നമസ്കാരം. രാംസ് വോയിസിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇടയ്ക്ക് ഒരു വിഷയം തുടങ്ങി വെച്ചു. പിന്നീട് ഇലക്ഷൻ്റെ തിരക്ക് കാരണം നമ്മൾ സ്വല്പം വിഷയം മാറിപ്പോയി. വീണ്ടും നമ്മൾ ആ വിഷയത്തിലേക്ക് തിരികെ വരികയാണ്. ഇസ്ലാമിൽ ഇസ്ലാമിന് രണ്ട് മുഖമുണ്ട്. ആ രണ്ട് മുഖത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇത് ഞാൻ പറയുന്നതല്ല, ഇസ്ലാം ഉണ്ടാക്കി വെച്ച രണ്ട് മുഖങ്ങളുണ്ട്. ആ രണ്ട് മുഖങ്ങളെക്കുറിച്ചാണ് നമ്മൾ നേരത്തെ ഒന്ന് തുടങ്ങി വച്ചിരുന്നു. വലാഉം ബറാഉം. ഈ വലാഉം ബറാഉം എന്ന് പറഞ്ഞത്, വലാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുക്കുക, അതല്ലെങ്കിൽ നമ്മൾ സ്വീകരിക്കുക, സഹായിക്കുക എന്നുള്ള ഒരു ഭാഗം. രണ്ടാമത്തെ ബറാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിട്ടു നിൽക്കുക, കൂടിച്ചേരാതിരിക്കുക, സൂക്ഷിക്കുക, അല്ലെങ്കിൽ അവരോടൊപ്പം പോവാതിരിക്കുക. ഇങ്ങനെയുള്ള, അതായത് ഒന്ന് സ്നേഹിക്കപ്പെടേണ്ടതും ഒന്ന് അകറ്റി നിർത്തേണ്ടതുമായിട്ടുള്ള രണ്ട് വിഭാഗമായിട്ടാണ് ഈ വിശ്വാസത്തെ അവർ കണക്കാക്കുന്നത്. ആ വിശ്വാസപ്രകാരം ആണ് ഈ വലാവും ബറാവും നിലകൊള്ളുന്നത്. അത് വലാ എന്ന് പറഞ്ഞാൽ മുസ്ലിമിനോട് കാണിക്കേണ്ട മര്യാദയാണ്. ബറാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം അന്യമതസ്ഥരോട് കാണിക്കേണ്ട മര്യാദയാണ്. രണ്ട് മര്യാദകളുള്ള ഒരു സമൂഹമാണ് ഇസ്ലാം. ആ അർത്ഥത്തിൽ നിന്നാണ് ലോകത്തെ സകല പ്രശ്നങ്ങളും ഉണ്ടാവുന്നത്. അതായത് നിനക്ക് നിൻ്റെ സമൂഹം, നിൻ്റെ വിശ്വാസം അത് മാത്രം നിലനിർത്തുക, ബാക്കിയുള്ളതിനെ നിരാകരിക്കുക. അങ്ങനെ വലാവും ബറാവും എന്ന് പറഞ്ഞാൽ, ഈ വലാവിനെ കുറിച്ച് നമ്മൾ ഒന്ന് ആദ്യം അവരുടെ കാര്യങ്ങളൊന്ന് പറഞ്ഞു പോവുക. എന്താണ് വലാ? വലായിൽ ഒന്നാമത്തത് പറയുന്നത് ആദർശ സംരക്ഷണാർത്ഥം ഹിജ്റ പോകൽ. ആദർശ സംരക്ഷണാർത്ഥം ഹിജ്റ പോകൽ. ദീൻ ബലി നൽകേണ്ടുന്ന സന്ദർഭങ്ങളിൽ തങ്ങളുടെ ആദർശം സംരക്ഷിക്കുവാൻ അവിശ്വാസികളുടെ നാടുകളിൽ നിന്ന് മുസ്ലിം നാടുകളിലേക്ക് പലായനം ചെയ്യുന്നതിനാണ് ഹിജ്റ എന്ന് പറയുന്നത്. ഈ അർത്ഥത്തിലാണ് ഹിജ്റ ഉപരിസൂചിത ലക്ഷ്യത്തിനായി ഹിജ്റ പോകൽ നിർബന്ധവും കിയാമത്ത് നാളിൻ്റെ അടയാളമായ സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നത് വരെ ഹിജ്റ നിലനിൽക്കുന്നതുമാണ്. അതായത് ലോകം അവസാനിക്കുന്നത് വരെയും അന്യവിശ്വാസികളുടെ കൂടെ താമസിക്കാൻ പാടില്ല, അവിടെ നിന്ന് പലായനം ചെയ്തു പോകുന്നതിനാണ് ഹിജ്റ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ സിറിയയിലേക്ക് ആട് മേയ്ക്കാൻ പോവുക, അതല്ലെങ്കിൽ നമ്മൾ പറയുന്നത് പോലെ ഈ ഹിന്ദുക്കളടുത്ത് മാറി നിൽക്കുക, ഒരു കൂട്ടമായി താമസിക്കുക എന്നൊക്കെ ഇതിനർത്ഥം വരും. അവിശ്വാസികളുടെ ഇടയിൽ ജീവിച്ചുകൊണ്ട് സ്വന്തത്തോട് അന്യായം ചെയ്തവരെ മരിപ്പിക്കുമ്പോൾ മലക്കുകൾ അവരോട് ചോദിക്കും, നിങ്ങളെന്ത് നിലപാടിലായിരുന്നു? അവർ പറയും, ഞങ്ങൾ നാട്ടിൽ അടിച്ചൊതുക്കപ്പെട്ടവരായിരുന്നു. അവർ മലക്കുകൾ ചോദിക്കും, അള്ളാഹുവിൻ്റെ ഭൂമി വിശാലമായിരുന്നില്ലേ? നിങ്ങൾക്ക് സ്വദേശം വിട്ട് അതിൽ എവിടെയെങ്കിലും പോകാമായിരുന്നില്ലേ? എന്നാൽ അത്തരക്കാരുടെ വാസസ്ഥലം നരകമെത്രേ, അതെത്ര ചീത്ത സങ്കേതം. അതായത് മറ്റു മതസ്ഥരുടെ കൂടെ, മറ്റു വിശ്വാസികളുടെ കൂടെ താമസിച്ചു കഴിഞ്ഞാൽ ഏറ്റവും മ്ലേച്ഛമായിട്ടുള്ള കാര്യമായിട്ടാണ് പറയുന്നത്. മലക്കുകൾ ചോദിക്കും, അള്ളാഹുവിൻ്റെ ഭൂമി എത്ര വിശാലമായിരുന്നു, നിനക്ക് അങ്ങോട്ടൊക്കെ പോയിക്കൂടായിരുന്നോ? എന്തിനാണ് ഇവരുടെ കൂടെ നീ എല്ലാം സഹിച്ച് നിന്നത്? ഒരു രക്ഷാമാർഗവും കണ്ടെത്താനാവാതെ അടിച്ചൊതുക്കപ്പെട്ടവനായിരുന്ന കഴിയുന്ന പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും ഇതിൽ നിന്ന് ഒഴിവാക്കുന്നു. വേറൊരു മാർഗമില്ല, അങ്ങനെ ജീവിച്ചു നോക്കൂ. അങ്ങനെയുള്ള, ഇപ്പോൾ വൃദ്ധരാണെങ്കിലോ മറ്റ് പോകാൻ കഴിവില്ലാത്തവരാണെങ്കിൽ ഇതിൽ നിന്ന് ഒഴിവാക്കുന്നു. ഇതാണ് ഒന്നാമത്തെ കാര്യം. വലായിൽ രണ്ടാമത്തെ കാര്യം, മതപരവും
വിശ്വാസപരവുമായ കാര്യങ്ങളിൽ മുസ്ലിങ്ങളെ സഹായിക്കൽ. ശ്രദ്ധിക്കണം, എങ്ങനെയാണ് ഒട്ടിച്ചേർന്ന് നിൽക്കുന്നതിന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മതപരവും ഭൗതികപരവുമായ കാര്യങ്ങളിൽ മുസ്ലിങ്ങളെ സഹായിക്കൽ. അള്ളാഹു പറയുന്നു, സത്യവിശ്വാസികളും സത്യവിശ്വാസിനികളും അന്യോന്യം മിത്രങ്ങളാവുന്നു. സത്യവിശ്വാസികളും സത്യവിശ്വാസിനികളും അന്യോന്യം മിത്രങ്ങളാവുന്നു. ആരൊക്കെയാണ് മിത്രങ്ങൾ? സത്യവിശ്വാസിയും സത്യവിശ്വാസിനിയും, ആണും പെണ്ണും രണ്ടുപേരും വിശ്വസിക്കുന്നവർ തമ്മിലാണ് മിത്രമാവേണ്ടുന്നത്. അടുത്ത ആയത്തിൽ പറയുകയാണെങ്കിൽ, ഇനി മതകാര്യത്തിൽ അവർ നിങ്ങളുടെ സഹായം തേടുകയാണെങ്കിൽ സഹായിക്കാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. എന്നാൽ നിങ്ങളുമായി കരാറിൽ ഏർപ്പെട്ട് കഴിയുന്ന ജനതയ്ക്കെതിരായി നിങ്ങൾ അവരെ സഹായിക്കാൻ പാടില്ല. എന്നാൽ നിങ്ങളുടെ കരാറിൽ ഏർപ്പെട്ട് കഴിയുന്ന ജനതയ്ക്കെതിരായി നിങ്ങൾ അവരെ സഹായിക്കാൻ പാടില്ല. അതായത് ഒരു മുസ്ലിം ആവാൻ വേണ്ടി അന്യമതസ്ഥൻ പറയുകയാണ്, നിങ്ങൾക്ക് എന്നെ ഒന്ന് ഇസ്ലാം പഠിപ്പിച്ചു തരാമോ എന്ന് ചോദിച്ചാൽ അവരെ സഹായിക്കേണ്ടത് ബാധ്യതയാണ്. ഇത് ഞാൻ ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് എന്നെ ഒന്ന് പഠിപ്പിച്ച് തരാമോ എന്ന് ചോദിച്ചാൽ അവരെ സഹായിക്കാൻ നമ്മൾ ബാധ്യതയുണ്ട്. അതല്ലാത്ത ബാധ്യതയൊന്നുമില്ല. എന്നാൽ നിങ്ങളുമായി കരാറിൽ ഏർപ്പെടുന്ന കഴിഞ്ഞ ജനതയ്ക്കെതിരായി നിങ്ങളവരെ സഹായിക്കരുത്. അതായത് പണ്ട് ഉമറിൻ്റെയൊക്കെ കരാറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ. അതായത് മുസ്ലിങ്ങൾ രാജ്യം കീഴടക്കി കഴിഞ്ഞാൽ വേണമെങ്കിൽ നിനക്ക് നികുതി തന്നുകൊണ്ട് അവിടെ ഹിന്ദുവായി തുടരാം. പക്ഷേ കുറേ കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസിൽ നീ സ്വന്തമായിട്ട് ക്ഷേത്രം ഉണ്ടാക്കാൻ പാടില്ല. നിലവിൽ ക്ഷേത്രം പൊളിക്കപ്പെട്ട ക്ഷേത്രങ്ങളാണെങ്കിൽ അത് പുനരുജ്ജീവിക്കാൻ പാടില്ല. നിൻ്റെ ക്ഷേത്രങ്ങളിൽ ഞങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വരാം, പരിശോധിക്കാം. ഇത്തരം കണ്ടീഷൻസ് ഉണ്ട്. ഒരു മുസൽമാൻ്റെ രാജ്യത്ത് ഒരു ഹിന്ദുവിനോ ഒരു ക്രിസ്ത്യാനിക്കോ യഹൂദനോ ജീവിക്കണമെങ്കിൽ പ്രത്യേകിച്ച് കുറേ നിബന്ധനകൾ ബാധകമാണ്. എപ്പോൾ വേണമെങ്കിലും ഉമറിൻ്റെ ഈ പറയുന്ന എഗ്രിമെൻറ്റിൽ മറ്റൊന്നുള്ളത്, ഒരു മുസൽമാന് വേണമെങ്കിൽ ഹിന്ദുവിൻ്റെ വീട്ടിൽ എപ്പോൾ വേണമെങ്കിലും കയറി ചെല്ലാം. അവിടെ 3 ദിവസം താമസിക്കാൻ അവന് അധികാരമുണ്ട്. ആ 3 ദിവസം ഭക്ഷണം കൊടുക്കണം മുസൽമാൻ. അവൻ എപ്പോൾ വേണമെങ്കിലും നിൻ്റെ ക്ഷേത്രത്തിൽ കയറി വേണമെങ്കിൽ നമസ്കരിക്കാം. ഈ നിയമമാണ് ഇന്ന് പലയിടങ്ങളിൽ ഇവർ പ്രയോഗിക്കുന്നത്. ക്രിസ്ത്യാനികളുടെ പള്ളിയിൽ കയറിയിട്ട് ഞങ്ങൾക്കൊന്ന് നമസ്കരിക്കണം, അല്ലെങ്കിൽ ഒരു ഹിന്ദുവിൻ്റെ വീട്ടിൽ കയറി ഞങ്ങളൊന്ന് നിസ്കരിച്ചോട്ടെ. ഇത് പടിയായിട്ട് കൊണ്ട് നടത്തുന്ന ഒരു 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 ട്രെയിനിങ്ങാണിത്. ഇത് കൃത്യമായിട്ട് പറയുന്നു. നിങ്ങൾ അങ്ങനെ കുറേ നിയമങ്ങൾ ഉമറിൻ്റെ കാലത്ത് ഉണ്ടാക്കി. അത് ഉമറിൻ്റെതല്ല, അത് പറയുന്നത് ഈ ഖുർആനിലെ നിയമങ്ങൾ തന്നെ ഉമർ ക്രോഡീകരിച്ചതാണ്. അപ്പോൾ അങ്ങനെ കുറേ നിയമങ്ങൾക്ക്, ആ നിബന്ധനകൾക്ക് ബാധകമായിട്ടേ നീ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഇവിടെ പെരുമാറാൻ പാടുള്ളൂ. മതകാര്യത്തിൽ നിങ്ങളോട് സഹായം ചോദിക്കുകയാണെങ്കിൽ അവരെ സഹായിക്കണം. അടുത്തത് 3, മുസ്ലിങ്ങളുടെ വേദനയിൽ വേദനിക്കൽ, സന്തോഷത്തിൽ സന്തോഷിക്കൽ. എന്ത് സങ്കുചിതമായിട്ടാണ് ഒന്നാലോചിച്ച്. മുസ്ലിങ്ങളുടെ വേദനയിൽ വേദനിക്കണം, അവരുടെ സന്തോഷത്തിൽ സന്തോഷിക്കുകയും വേണം. നുഅ്മാൻ ഇബ്നു ബഷീറിൽ നിന്നും നിവേദനം, നബി പറഞ്ഞു, പരസ്പര സ്നേഹത്തിലും വാത്സല്യത്തിലും കാരുണ്യത്തിലും മുസ്ലിങ്ങളുടെ ഉപമ ഒരു ശരീരത്തിൻ്റെ ഉപമയാണ്. ശരീരത്തിലെ ഒരു അവയവം രോഗബാധിതമായി വ്യവലാതിപ്പെടുമ്പോൾ മറ്റ് അവയവങ്ങൾ പനി പിടിച്ചും ഉറക്കമൊഴിഞ്ഞും രോഗബാധിതമായ അവയവത്തിന് വേണ്ടി പരസ്പരം വിറകൊള്ളും. വീണ്ടും നബി പറഞ്ഞു, അബൂ മുസൽ അശ്അരി നിന്നുള്ള നിവേദനം, ഒരു സത്യവിശ്വാസി മറ്റൊരു സത്യവിശ്വാസിക്ക് പരസ്പരം ഭദ്രത നൽകുന്ന ഒരു എടുപ്പ് പോലെയാണ്.
ഇത് പറഞ്ഞ ശേഷം പ്രവാചകൻ തൻ്റെ വിരലുകൾ ചേർത്ത് പിടിച്ച് പറഞ്ഞു, അപ്പോൾ മുസ്ലിങ്ങളുടെ സന്തോഷത്തിലും മുസ്ലിങ്ങളുടെ ദുഃഖത്തിലും പങ്കുചേരണം, ഒരുമിച്ച് നിൽക്കണം. മറ്റുള്ളവർക്കത് ബാധകമല്ല. 4, സ്നേഹിക്കുന്ന കാര്യം പറഞ്ഞു. അതായത് എല്ലാ മുസ്ലിങ്ങളും ഒരു ശരീരത്തിൻ്റെ അവയവങ്ങൾ പോലെയാണ്. അപ്പോൾ അത് ചേർന്ന് നിൽക്കണം എന്ന് വ്യവസ്ഥ ചെയ്യുന്നു. 4, മുസ്ലിങ്ങളോടുള്ള ഗുണകാംക്ഷയും സ്നേഹവും. അനസിൽ നിന്ന് നിവേദനം, നബി പറഞ്ഞു, നിങ്ങളാരും വിശ്വാസികളാവുകയില്ല തനിക്ക് ഇഷ്ടപ്പെടുന്നത് തൻ്റെ സഹോദരന് ഇഷ്ടപ്പെടുന്നത് വരെ. പരസ്പരം നിങ്ങൾ എപ്പോഴാണോ വിശ്വസിക്കുന്നത്, സ്നേഹിക്കുന്നത്, അപ്പോൾ മാത്രമേ നിങ്ങൾ വിശ്വാസികളാവൂ. നിങ്ങൾ പരസ്പരം അസൂയ കാണിക്കരുത്, അന്യരെ പറ്റിക്കാൻ വില കയറ്റി പറയരുത്. എന്ത് കൃത്യമായിട്ടാണ്, അതായത് ഈ പരസ്പരം ചതി കാണിക്കരുത്. അതായത് മുസ്ലിമും തമ്മിൽ ചതി കാണിക്കരുത്, അവരെ അന്യരെ പറ്റിക്കാൻ വില കയറ്റി പറയരുത്. നിങ്ങൾ പരസ്പരം വിദ്വേഷം വെച്ച് പുലർത്തരുത്, പരസ്പരം മുഖത്തിരിക്കരുത്. ചിലർ കച്ചവടം ചെയ്തതിനെ മറികടന്ന് കച്ചവടം ചെയ്യരുത്. കൃത്യമാണ്. അതായത് ഒരു മുസൽമാൻ ഒരു ഹോട്ടൽ ഒരിടത്തിട്ടാൽ തൊട്ടടുത്ത് വേറൊരു മുസൽമാൻ ഒരു ഹോട്ടലിടുന്നത് നിഷിദ്ധമാണ്. ഒരു മുസ്ലിം ഒരു ജ്വല്ലറി തുടങ്ങിയാൽ അതിന് തൊട്ടടുത്ത് വേറെ ഒരു മുസ്ലിം വന്ന് ജ്വല്ലറി തുടങ്ങുന്നത് നിഷിദ്ധമാണ്. അത്ര കണ്ട് ഫൈനാൻഷ്യലായിട്ട് പോലും പരസ്പരം പാരയാവരുത് എന്നുള്ളതാണ്. അപ്പോൾ ഒരു കച്ചവടം തുടങ്ങിക്കഴിഞ്ഞാൽ ആ കച്ചവടത്തിനെ, ഒരു മുസ്ലിമിൻ്റെ കച്ചവടത്തിനെ ദ്രോഹിക്കുന്ന രീതിയിൽ കച്ചവടം തുടങ്ങരുത്. അതേസമയത്ത് ഒരു ഹിന്ദു തുടങ്ങിയാൽ ആവുകയും ചെയ്യാം. പരസ്പരം മുഖതിരിക്കരുത്. ചിലർ കച്ചവടം ചെയ്തതിനെ മറികടന്ന് കച്ചവടം ചെയ്യരുത്. അള്ളാഹുവിൻ്റെ അടിയാറുകളെ, നിങ്ങൾ പരസ്പരം സഹോദരങ്ങളാവുക. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിൻ്റെ സഹോദരനാണ്. അവൻ തൻ്റെ സഹോദരനെ ആക്രമിക്കുകയോ അധിക്ഷേപിക്കുകയോ നിന്ദിക്കുകയോ ഇല്ല. തഖ്വ. ഇവിടെയാണ് പ്രവാചകൻ 3 തവണ തൻ്റെ നെഞ്ചിലേക്ക് വിരൽ ചൂണ്ടി സ്വന്തം സഹോദരനായ മുസ്ലിമിനെ നിന്ദിക്കുക എന്നത് തന്നെ മതി ഒരു മനുഷ്യന് തിന്മയായി മാറാൻ. ഒരു മുസ്ലിമിൻ്റെ രക്തം, സമ്പത്ത്, അഭിമാനം എന്നിവയെല്ലാം മറ്റൊരു മുസ്ലിമിന് നിഷിദ്ധമാണ്. അതായത് ഒരു മുസൽമാനെ കൊല്ലരുത്, അതാണ് മുസ്ലിമിൻ്റെ രക്തം. അതേപോലെ ഒരു മുസ്ലിമിനെ പറ്റിക്കരുത്, അവൻ്റെ സമ്പത്ത് പിടിച്ചെടുക്കരുത്. അതേപോലെ അവൻ്റെ അഭിമാനത്തെ ചോദ്യം ചെയ്യരുത്. മുസ്ലിമിൻ്റെ അഭിമാനത്തെ മറ്റാരുടെ വേണമെങ്കിൽ ചോദ്യം ചെയ്യാം. അങ്ങനെ പരസ്പരം ചേർന്ന് നിൽക്കണം. എങ്ങനെയാണ് ഇസ്ലാം ഇങ്ങനെ അടുത്ത് നിൽക്കുന്നത് എന്ന് അതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള നിയമവ്യവസ്ഥകളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 5, അവരെ ആദരിക്കൽ, ബഹുമാനിക്കൽ, കുറവാക്കാതിരിക്കൽ, അധിക്ഷേപിക്കാതിരിക്കൽ. അള്ളാഹു പറഞ്ഞു, സത്യവിശ്വാസികളെ, നിങ്ങൾ ഒരു ജനവിഭാഗവും മറ്റൊരു ജനവിഭാഗത്തെ പരിഹസിക്കരുത്. ഇവർ പരിഹസിക്കപ്പെടുന്നവർ അവരെക്കാൾ നല്ലവരായിരുന്നേക്കാം. ഒരു വിഭാഗം സ്ത്രീകൾ മറ്റൊരു വിഭാഗം സ്ത്രീകളെയും പരിഹസിക്കരുത്. ഇവർ മറ്റവരെക്കാൾ നല്ലവരായിരുന്നേക്കാം. നിങ്ങൾ അന്യോന്യം കുത്തുവാക്കുകൾ പറയരുത്. നിങ്ങൾ പരിഹാസപ്പേരുകൾ വിളിച്ച് പരസ്പരം അപമാനിക്കുകയും അരുത്. സത്യവിശ്വാസം കൈകൊണ്ടതിന് ശേഷം അധാർമികമായ പേര് വിളിക്കുന്നത് എത്ര ചീത്ത. വല്ലവനും പശ്ചാത്തപിക്കാത്ത പക്ഷം അത്തരക്കാർ തന്നെയാകുന്നു അക്രമികൾ. സത്യവിശ്വാസികളെ, ഊഹത്തിൽ നിന്ന് മിക്കതും നിങ്ങൾ വെടിയുക. സത്യമായും ഊഹത്തിൽ ചിലത് കുറ്റകരമാവുന്നു. നിങ്ങൾ ചാരവൃത്തി നടത്തുകയും ചെയ്യരുത്. നിങ്ങളിൽ ചിലരെ പറ്റി അവരുടെ അഭാവത്തിൽ ദുഷിച്ചു പറയുകയും വരുത്. സഹോദരൻ മരിച്ചു കിടക്കുമ്പോൾ അവൻ്റെ മാംസം ഭക്ഷിക്കുവാൻ നിങ്ങളാരെങ്കിലും ഇഷ്ടപ്പെടുമോ? എന്നാൽ അത് ശവം തിന്നുന്നത് നിങ്ങൾ വെറുക്കുകയാണ് ചെയ്യുന്നത്. അള്ളാഹുവെ നിങ്ങൾ സൂക്ഷിക്കുക. തീർച്ചയായും അള്ളാഹു പശ്ചാത്തലം സ്വീകരിക്കുന്നത് കാണാൻ. ഇതൊക്കെ വിശ്വാസികൾ തമ്മിലുള്ള പുലർത്തേണ്ടുന്ന ഭാവങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. 6, ക്ഷാമകാലത്തും ക്ഷേമകാലത്തും പ്രയാസത്തിലും എളുപ്പത്തിലും മുസ്ലിങ്ങളോടൊപ്പം നിൽക്കൽ. ക്ഷാമകാലത്തും ക്ഷേമകാലത്തും മുസ്ലിങ്ങളോടൊപ്പം നിൽക്കണം. സത്യവിശ്വാസികൾ സഹോദരന്മാർക്കൊപ്പം അവരുടെ ഏത് അവസ്ഥയിലും നിലകൊള്ളണം. കപടവിശ്വാസികളെപ്പോലെ വർത്തിക്കരുത്. കപടന്മാരാവട്ടെ ക്ഷേമകാലങ്ങളിൽ വിശ്വാസികൾക്കൊപ്പം നിൽക്കുകയും ക്ഷാമകാലങ്ങളിൽ പ്രയാസത്തിൻ്റെ നാളുകളിൽ വിശ്വാസികളെ കൈയൊഴിയുകയും ചെയ്യും.
അള്ളാഹു പറഞ്ഞു, നിങ്ങളുടെ സ്ഥിതിഗതികൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നവരെത്രേ അവർ. നിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്ന് ഒരു വിജയം കൈവന്നാൽ അവർ പറയും, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ആയിരുന്നില്ലേ എന്ന്. ഇനി അവിശ്വാസികൾക്കാണ് നേട്ടമുണ്ടായെങ്കിൽ അവർ പറയും, നിങ്ങളുടെ മേൽ ഞങ്ങൾ വിജയസാധ്യത നേരിട്ടും വിശ്വാസികളിൽ നിന്ന് നിങ്ങളെ ഞങ്ങൾ രക്ഷിച്ചില്ലെന്ന്. എന്നാൽ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ കാര്യം നിങ്ങൾക്കിടയിൽ അള്ളാഹു വിധി കൽപ്പിക്കുന്നതാണ്. വിശ്വാസികൾക്കെതിരെ അള്ളാഹു ഒരിക്കലും സത്യനിഷേധികൾക്ക് വഴി തുറന്നു കൊടുക്കുന്നില്ല. വളരെ സമർത്ഥമായിട്ടുള്ള കാര്യം. അതായത് ഇപ്പോൾ ഒരു വിശ്വാസി ഇങ്ങനെ കഷ്ടപ്പെടുമ്പം അവിശ്വാസിക്ക് സാമ്പത്തികമായി നേട്ടങ്ങൾ ഉണ്ടായി വിചാരിക്കുക. അപ്പോൾ വിശ്വാസത്തിൽ കുറവ് വരരുത്. അവൻ അവിശ്വാസിയായിട്ടും അവന് ദൈവത്തിൻ്റെ കൃപ കിട്ടിയത് എങ്ങനെയാണ് എന്ന് നമ്മുടെ ഉള്ളിൽ ചോദിക്കാൻ പാടില്ല. അപ്പം നിൻ്റെ ദാരിദ്ര്യം അള്ളാഹു തന്നതാണ്. അവനോടുള്ള കണക്ക് ഞങ്ങൾ ഈ പറയുന്ന അവസാനത്തിന് ശേഷം അങ്ങ് ഈ സ്വർഗനരകങ്ങളെ നിശ്ചയിക്കുന്നിടത്ത് വെച്ച് തീരുമാനിച്ചു കൊള്ളാം. അപ്പോൾ ഈ വിശ്വാസികൾ, ദരിദ്രരായ വിശ്വാസികളും സമ്പന്നരായ വിശ്വാസികളും അതേപോലെ അവിശ്വാസികൾക്ക് സമ്പന്നത കൈവന്നാലും ഈ വിശ്വാസിയും ദരിദ്രവാസിയായ വിശ്വാസിയും വിശ്വാസത്തിന് മുകളിൽ ഉറച്ചു നിൽക്കണം. ഇതൊക്കെ ഈ ദാരിദ്ര്യം തരുന്ന അള്ളാഹുവിൻ്റെയാണ്. അതുകൊണ്ട് ആ വശത്തെ നിൽക്കാവുള്ളൂ. മറ്റുള്ളവരെ കണ്ട് നിൻ്റെ ചിന്ത അങ്ങോട്ട് പോകാൻ പാടില്ല. 7 സന്ദർശനങ്ങളും കൂടിക്കാഴ്ചകളും. എൻ്റെ മാർഗത്തിൽ പരസ്പരം സന്ദർശിക്കുന്നവർക്ക് എൻ്റെ സ്നേഹം നിർബന്ധമായിരിക്കുന്നു. എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ പരസ്പരം അവരുടെ ബന്ധുവീടുകളിലേക്ക് അടുത്തടുത്തുള്ളവരിലേക്ക് ഒക്കെ കൃത്യമായിട്ട് നിരന്തരം സന്ദർശനം നടത്തുകയും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യുന്നത് മനസ്സിലായില്ലേ? എൻ്റെ മാർഗത്തിൽ പരസ്പരം സന്ദർശിക്കുന്ന അവർക്ക് അങ്ങനെ സന്ദർശനം നടത്തിയാൽ അതിന് പ്രത്യേക കൂലിയുണ്ട്. ഒരാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തനിക്കുള്ള സഹോദരനെ സന്ദർശിക്കാൻ പുറപ്പെട്ടു. അപ്പോൾ അള്ളാഹു അയാളുടെ വഴിയെ ഒരു മലക്കിനെ നിരീക്ഷിക്കാനായി പ്രയോഗിച്ചു. മലക്ക് അയാളോട് ചോദിച്ചു, താങ്കൾ എവിടേക്കാണ് ഉദ്ദേശിക്കുന്നത്? അയാൾ പറഞ്ഞു, ഒരു ആദർശ സഹോദരനെ സന്ദർശിക്കാൻ. മലക്ക് ചോദിച്ചു, താങ്കൾക്ക് ഉപകാരം ലഭിക്കുന്ന വല്ല അനുഗ്രഹവും താങ്കൾക്കായി അയാളുടെ പക്കലുണ്ടോ? സന്ദർശകൻ പറഞ്ഞു, ഇല്ല, എന്നിരുന്നാലും ഞാൻ അയാളെ അള്ളാഹുവിൻ്റെ പ്രീതിക്കായി സന്ദർശിക്കുന്നു. മലക്ക് പറഞ്ഞു, എങ്കിൽ ഞാൻ താങ്കളിലേക്കുള്ള അള്ളാഹുവിൻ്റെ മലക്കാകുന്നു. അള്ളാഹു താങ്കളെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, താങ്കൾ അയാളെ ഇഷ്ടപ്പെട്ടതുപോലെ. അതായത് ഒരു മുസൽമാനെ ഇഷ്ടപ്പെടുന്നു. ആ മുസൽമാനെ ഇഷ്ടപ്പെടുമ്പോൾ അള്ളാഹു നിന്നെയും ഇഷ്ടപ്പെടും. ഇതൊക്കെ ഒരു കൂട്ടരെ ഇഷ്ടപ്പെടുന്നതിൻ്റെ ഭാഗം മാത്രമാണ്. മുസ്ലിങ്ങളുടെ വീടുകൾ സ്ഥിരമായി സന്ദർശിക്കണം, പരസ്പരം സ്നേഹത്തോടെ കഴിയണം എന്നുള്ളത്. 8ാമതായിട്ട് അവകാശങ്ങളെ ആദരിക്കൽ. സഹോദരൻ കച്ചവടം ചെയ്തതിനെ മറികടന്ന് കച്ചവടം ചെയ്യാതിരിക്കുക. വില പറഞ്ഞതിനെ മറികടന്ന് വില പറയാതിരിക്കുക. വിവാഹാന്വേഷണത്തെ മറികടന്ന് വിവാഹം അന്വേഷിക്കാതിരിക്കുക. അനുവദനീയമായ ഏതൊരു കാര്യത്തിലേക്കും സഹോദരൻ മുന്നിട്ടിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അയാളുടെ അവകാശം തട്ടിയെടുക്കാൻ തുനിയാതിരിക്കുക. എങ്ങനെയുണ്ട്? ഈ മുസ്ലിം ഒരു സഹോദരൻ കച്ചവടം ചെയ്തതിന് മറികടന്ന് മറ്റൊരു സഹോദരൻ ചെയ്യാൻ പറഞ്ഞു. നേരത്തെ പറഞ്ഞു തന്നെയാണ്. കല്യാണം പോലും ആലോചിക്കരുത്. ഇപ്പം മുസ്ലിമായ ഒരു വ്യക്തി ഒരു പെൺകുട്ടിയെ വിവാഹം ആലോചിച്ച് കഴിഞ്ഞാൽ അതറിഞ്ഞ് ഉടനെ പോയി ഇയാൾ വിവാഹം ആലോചിക്കാൻ പാടില്ല. അത് അവനുള്ളതാണ്. അത്ര കണ്ട് സൂക്ഷിക്കണം എന്നാണ്. അതിന് അബൂ ഹുറൈറയിൽ നിന്നും നിവേദനം, നബി പറഞ്ഞു, അറിയുക, നിങ്ങളിൽ ആരും സ്വന്തം സഹോദരൻ്റെ കച്ചവടത്തെ മറികടന്ന് കച്ചവടം ചെയ്യരുത്. അയാളുടെ വിവാഹാന്വേഷണത്തെ മറികടന്ന് വിവാഹം അന്വേഷിക്കരുത്. മറ്റൊരു റിപ്പോർട്ടിൽ പറയുന്നു, അയാളുടെ വില പറച്ചിലിനെ മറികടന്ന് വില പറയരുത്. അതായത് ഇപ്പോൾ ഒരു കച്ചവടക്കാരൻ കോഴിക്ക് 15 രൂപയ്ക്ക് കോഴി തരാം എന്ന് പറഞ്ഞു. അപ്പോൾ അടുത്തുള്ള കച്ചവടക്കാരൻ ഞാൻ 10 രൂപയ്ക്ക് തരാം എന്ന് പറയാൻ പാടില്ല. മുസ്ലിങ്ങൾ പരസ്പരം എന്ത് കൃത്യമായിട്ട് സാമ്പത്തിക അച്ചടക്കം, എങ്ങനെ ഗ്രോത്ത് ഉണ്ടാക്കാം കണ്ടുപഠിക്കണം. മുസ്ലിമും തമ്മിലുള്ള ആ കാരണം 2 മുസ്ലിം കച്ചവടക്കാരെങ്കിൽ അവന് ഒരിക്കലും ഒരു മുസ്ലിം വില കുറച്ച് തരാൻ പാടില്ല. അത് അള്ളാഹുവിൻ്റെ ഓർഡറാണ്, നബിയുടെ ഓർഡറാണത്. ഇനി അടുത്തത് ദുർബലരോടുള്ള 9ാമത്തെ കാര്യം കേട്ടോ. ദുർബലരോടുള്ള ആർദ്രത.
ഇബ്നു അബ്ബാസിൽ നിന്നും നിവേദനം, നബി പറഞ്ഞു, നമ്മിലെ വലിയവരെ ആദരിക്കാത്തവനും ചെറിയവരോട് കരുണ കാണിക്കാത്തവനും നമ്മൾപ്പെട്ടവനല്ല. എന്നാലോചിച്ചു, നമ്മിലെ വലിയവരെ ആദരിക്കാത്തവരും ചെറിയവരോട് കരുണ കാണിക്കാത്തവരും നമ്മൾ. വലിയവരെ ആദരിക്കണം മുസ്ലിങ്ങൾ, അതേപോലെ ചെറിയവരോട് എന്ത് കാണിക്കണം? കരുണ കാണിക്കുകയും വേണം. നിങ്ങളിലെ ദുർബലരെ കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഉപജീവനവും സഹായവും ലഭിക്കുക. അത് ഹദീസാണ്. കാരണം നിങ്ങൾ ചെറിയ ആൾക്കാരെ സഹായിച്ചാലേ അവരെ കൊണ്ട് നിങ്ങൾക്ക് വല്ല പണിയെടുപ്പിക്കാൻ പറ്റുള്ളൂ, സഹായിക്കാൻ പറ്റുള്ളൂ. നിങ്ങളുടെ രക്ഷിതാവിൻ്റെ മുഖം ലക്ഷ്യമാക്കിക്കൊണ്ട് കാലത്തും വൈകുന്നേരവും അവനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരുടെ കൂടെ നീ നിൻ്റെ മനസ്സിനെ അടക്കി നിർത്തുക. ഇഹലോക ജീവിതത്തിൻ്റെ അലങ്കാരം ലക്ഷ്യമാക്കിക്കൊണ്ട് നിൻ്റെ കണ്ണുകൾ അവരെ വിട്ട് മാറിപ്പോകാതിരിക്കട്ടെ. കാരണം അത്രയും ദരിദ്രനെ നോക്കിക്കൊള്ളണം. നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർ പരസ്പരം സഹായിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം. മറ്റാരെക്കുറിച്ചും പറയുന്നില്ല. 10 പ്രാർത്ഥനയും പാപമോചനത്തിനുള്ള പ്രാർത്ഥന. 2 ഒരു സത്യവിശ്വാസി തൻ്റെ സഹോദരന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും അവന് പാപമോചനത്തിന് തേടുകയും വേണം. ഒരു മുസ്ലിം സഹോദരൻ മറ്റൊരു മുസ്ലിം സഹോദരൻ്റെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. നിൻ്റെ പാപത്തിന് നീ പാപമോചനം നേടുക. സത്യവിശ്വാസികൾക്കും സത്യവിശ്വാസിനികൾക്കും വേണ്ടിയും പാപമോ ഞാൻ നന്നാവണം, എൻ്റെ തൊട്ട അയൽവക്കത്തുള്ള അബ്ദുള്ള നന്നാവണം, എന്നാൽ കുമാരൻ നന്നാവാൻ പാടില്ല. സത്യവിശ്വാസികൾക്കും സത്യവിശ്വാസിനികൾക്കും വേണ്ടി മാത്രമേ നീ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. ഞാൻ പറഞ്ഞല്ല കേട്ടോ, ഈ ഗ്രന്ഥം പറയുന്നതാണ്. ഞങ്ങളുടെ രക്ഷിതാവെ, ഞങ്ങൾക്കും സത്യവിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ളവരുമായിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു. സത്യവിശ്വാസത്തോടെ മരിച്ചവർ, അതായത് എൻ്റെ പൂർവികർ, ഈ പറഞ്ഞ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ട. എൻ്റെ പിതാവ് ഹൈന്ദവനിൽ നിന്ന് കൺവേർട്ട് ചെയ്തു വന്ന പിതാവാണെങ്കിൽ ആ പിതാവിനെ വരെ നിങ്ങൾ എന്ത് ചെയ്യണം? ആ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. അതിനു മുമ്പുള്ള മുത്തച്ഛന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹം ഹിന്ദുവായിട്ടാണ് ജീവിച്ചത്. ഞങ്ങളുടെ രക്ഷിതാവെ, ഞങ്ങൾക്കും സത്യവിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പും കഴിഞ്ഞു പോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു കൊടുക്കണമേ. സൂറ അൽ ഹഷർ 10. എത്ര സങ്കുചിതമായിട്ടാണ് പോകുന്നത്. ഞങ്ങളുടെ രക്ഷിതാവെ, ഞങ്ങൾക്കും സത്യവിശ്വാസത്തോടെ. അതുകൊണ്ടാണ് ഇപ്പോൾ ഇതേപോലെ ഗുരുവായൂരപ്പ എന്ന് വിളിച്ച് എത്ര നന്നായി ജീവിച്ചാലും അവൻ സ്വർഗത്തിൽ പോവില്ല എന്ന് മുജാഹിദ് ബാലുശ്ശേരിയൊക്കെ വിളിച്ച് പറയുന്നതിൻ്റെ കാരണം ഇതാണ്. ഞങ്ങൾ സത്യവിശ്വാസികളല്ലാത്ത ഒരാളും സ്വർഗത്തിൽ പോവില്ല, ഒരാൾക്ക് ഗുണം കിട്ടാൻ പോകുന്നില്ല. ഇനി അതിൻ്റെ അടിയിൽ അറിയിപ്പ് എന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കുന്നത്, അള്ളാഹു പറയുന്നു, മതകാര്യങ്ങളിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാതിരിക്കുകയും നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാതിരിക്കുകയും ചെയ്യുന്നവരെ സംബന്ധിച്ചോളം അവർക്ക് നന്മ ചെയ്യുന്നതും നിങ്ങൾ അവരോട് നീതി കാണിക്കുന്നതും അള്ളാഹു നിങ്ങളോട് നിരോധിക്കുന്നില്ല. തീർച്ചയായും അള്ളാഹു നീതി പാലിക്കപ്പെടുന്നവരെ ഇഷ്ടപ്പെടുന്നു. അതായത് ചെറിയൊരു എക്സ്ക്യൂസ് അവിടെ തരികയാണ്. മതകാര്യങ്ങളിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാതിരിക്കുകയും നിങ്ങളുടെ വീടുകളിൽ നിന്ന്, ഇത് നോട്ടായിട്ടാണ് പറയുന്നത്, നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാതിരിക്കുകയും ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അവർക്ക് നന്മ ചെയ്യുന്നതും നിങ്ങൾ അവരോട് നീതി കാണിക്കുന്നതും അള്ളാഹു നിങ്ങളോട്, അതായത് നിൻ്റെ വിശ്വാസത്തെ ഒന്നും ഹനിക്കാത്ത, നിന്നെ പുറത്താക്കാത്ത, നിന്നോട് യുദ്ധം ചെയ്യാൻ വരാത്ത ഒരു അയൽവാസിയായിട്ടുള്ള ആളുണ്ടെങ്കിൽ നിങ്ങളവർക്ക് നന്മ ചെയ്യുന്നതും, കാരണം അയാൾ നിങ്ങൾക്ക് നന്മ ചെയ്യല്ലേ. അഥവാ വീണ്ടും പറയാണ് സൂറ മുംതഹിന 8, അഥവാ അവിശ്വാസികളെ മുസ്ലിങ്ങളെ ഉപദ്രവിക്കാതിരിക്കുകയും മുസ്ലിങ്ങളോട് യുദ്ധം ചെയ്യാതിരിക്കുകയും അവരുടെ വീടുകളിൽ നിന്ന് പുറത്താക്കാതിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ മുസ്ലിങ്ങൾ അവർക്ക് പ്രത്യുപകാരം ചെയ്യേണ്ടതുണ്ട്. അവരുടെ ഹൃദയം നിറഞ്ഞ സ്നേഹം ഇല്ലെങ്കിലും നന്മകൾ ചെയ്യേണ്ടതാണ്. എന്തൊരു മനസ്സാണ് ആലോചിക്കുക. നോട്ടായിട്ട് പറയാണ്, അഥവാ അവിശ്വാസികൾ മുസ്ലിങ്ങളെ ഉപദ്രവിക്കാതിരിക്കുകയും മുസ്ലിങ്ങളോട് യുദ്ധം ചെയ്യാതിരിക്കുകയും അവരുടെ വീടുകളിൽ നിന്ന്, അതായത് ഈ
മുസ്ലിങ്ങളുടെ വീട്ടിൽ, ഹിന്ദുക്കളുടെ വീട്ടിൽ നമ്മൾ താമസിക്കുമ്പോൾ നമ്മളിന്ന് പുറത്താക്കാതിരിക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ മുസ്ലിങ്ങൾ അവർക്ക് പ്രത്യുപകാരം ചെയ്യേണ്ടതുണ്ട്, തിരിച്ച് നന്ദി കാണിക്കണം. അവരോട് ഹൃദയം നിറഞ്ഞ സ്നേഹമില്ലെങ്കിലും എന്ത് വാക്കാന്നറിച്ചോക്കി, വെറുതെ ചിരിച്ചു കാണിക്കണം. ഉള്ളിൽ അവരെ സ്നേഹിക്കാൻ പാടില്ല. നിങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നുണ്ടത്, ആ ഉപകാരത്തിനനുസരിച്ച് നിങ്ങളൊന്ന് ചിരിച്ചു കാണിച്ചോ. ആത്മാർത്ഥമായിരിക്കരുത് എന്ന് പ്രത്യേകം പറയുന്നു. അതാണ് ഈ നോട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. അവരോട് ഹൃദയം നിറഞ്ഞ സ്നേഹമില്ലെങ്കിലും നന്മകൾ ചെയ്യേണ്ടതുണ്ട്, നീതിയോടുകൂടി വർത്തിക്കേണ്ടത്. കാരണം അള്ളാഹു പറയുന്നത്, നിങ്ങൾ അവർക്ക് നന്മ ചെയ്യുന്നതും നിങ്ങൾ അവരോട് നീതി കാണിക്കുന്നതും എന്നാണ്. അവിശ്വാസികളായ മാതാപിതാക്കൾക്കും ഈ നന്മയും നീതിയും വിശ്വാസികൾ നൽകേണ്ടതുണ്ട് എന്ന് പറയുന്നു. അള്ളാഹു പറയുന്നു, നിനക്ക് യാതൊരറിവുമില്ലാതെ, ഇത് നോട്ടാട്ടോ, അതാ രസം. ഇവിടെയാണ് ഇതിനെ ഒന്ന് വെള്ള പൂശുന്ന കാര്യങ്ങൾ. നിനക്ക് യാതൊരു അറിവില്ലാത്ത വല്ലതിനും എന്നോട് നീ പങ്കു ചേർക്കുന്ന കാര്യത്തിൽ അവർ ഇരുവരും നിന്റെ മേൽ നിർബന്ധം ചെലുത്തുന്ന പക്ഷം അവരോട് നീ അവരെ നീ അനുസരിക്കരുത്. ഇഹലോകത്ത് അവരോട് നീ നല്ല നിലയിൽ സഹവസിക്കുകയും എന്നിലേക്ക് മടങ്ങിയവരുടെ മാർഗം പിന്തുടരുകയും ചെയ്യുക. അതായത് എൻ്റെ വിശ്വാസങ്ങൾ, ഒരു ഹിന്ദു ഒരാളെ അമ്പലത്തിലേക്ക് വിളിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവരെ നീ അനുസരിക്കാൻ പാടില്ല. അസ്മാവിൻ്റെ ഉമ്മ അവിശ്വാസിനിയായിരിക്കെ അവരോട് ബന്ധം ചേർക്കാൻ വന്നു. അസ്മാവ് തൽ വിഷയത്തിൽ നബിയോട് അനുവാദം ചോദിച്ചു. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ ഉമ്മയോട് ബന്ധം ചേർക്കുക. അള്ളാഹു പറഞ്ഞിരിക്കുന്നു, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഒരു ജനത അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടും എതിർക്കുന്നവരുമായി സ്നേഹബന്ധം പുലർത്തുന്നത് നീ കണ്ടെത്തുകയില്ല. ആലോചിക്കൂ, അള്ളാഹുവിലും അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്ന ഒരു ജനത അള്ളാഹുവോടും അവൻ്റെ റസൂലിനോടും എതിർക്കുന്നവരുമായി സ്നേഹബന്ധം പുലർത്തുന്നത് നീ കണ്ടെത്തുകയില്ല. അവർ അവരുടെ പിതാക്കന്മാരോ പുത്രന്മാരോ ആയിരുന്നാൽ പോലും ഒരു ജനത ഇസ്ലാം അല്ലാത്ത ആൾക്കാരുമായി സ്നേഹബന്ധം പുലർത്തുന്നത് നിനക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ ഭൗതികമായ ബന്ധം ചാർത്തലും പ്രത്യുപകാരം ചെയ്യലും ഒരു വിഷയവും സ്നേഹം വെച്ച് പുലർത്തുന്നത് മറ്റൊരു വിഷയമാണ്. അത്യാവശ്യം നിങ്ങളിപ്പോൾ ഒരു ചാത്തൂന് ഒരു 10 രൂപ കൊടുക്കുന്നതോ അല്ലെങ്കിൽ അവന് ഭക്ഷണം കൊടുക്കുന്നതോ അത് വേറെ വിഷയം, അത് സ്നേഹമല്ല. സ്നേഹം വെച്ച് പുലർത്തുന്നെങ്കിൽ മുസ്ലിമും ആയിരിക്കും. ഞാൻ പറഞ്ഞതല്ല കേട്ടോ, ഒക്കെ ഇതാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. തൽക്കാലം നിങ്ങൾക്ക് വേറൊരു മാർഗമില്ല, ഒരു ഹൈന്ദവൻ്റെ കൂടെ താമസിക്കുകയാണെങ്കിൽ താമസിച്ചോ, പക്ഷേ അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ അവരോട് നന്ദി ചിരിച്ചൊക്കെ കാണിച്ചോ, പക്ഷേ അത് ആത്മാർത്ഥമായിരിക്കരുത് എന്നുള്ളതാണ്. നമുക്ക് ഇന്ന് ഈ എപ്പിസോഡ് നമുക്ക് 1-2 കാര്യങ്ങൾ പറഞ്ഞ് നിർത്താം. സത്യനിഷേധികൾ അന്യോന്യം മിത്രങ്ങളാവുന്നു. നിങ്ങൾ പ്രാവർത്തികമായിട്ടില്ലെങ്കിൽ നാട്ടിൽ കുഴപ്പം വലിയ നാശം ഉണ്ടായിത്തീരുന്നതാണ്. അതായത് നിഷേധികൾ അന്യോന്യം ഹിന്ദു മിത്രങ്ങളാവുന്നു. നിങ്ങൾ അവരോട് മിത്രങ്ങളാവാൻ പാടില്ല. നിങ്ങളത് നിങ്ങൾ ബഹുദൈവ വിശ്വാസികളെ വിട്ടുനിൽക്കുകയും വിശ്വാസികളുടെ മൈത്രി പുലർത്തുകയും ചെയ്തില്ല എങ്കിൽ ജനങ്ങളിൽ ഫിത്ന സംഭവിക്കും, അഥവാ വിഷയങ്ങൾ ആശയക്കുഴപ്പത്തിലാവും. സത്യവിശ്വാസികൾ അവിശ്വാസികളോട് കൂടിക്കലരും, അതോടെ ജനങ്ങളിൽ ദൂരവ്യാപകമായ കുഴപ്പം സംഭവിക്കുകയും ചെയ്യും. ഇതാണ് ഈ കാലഘട്ടത്തിൽ സംഭവിച്ചത്. അള്ളാഹുവെ നിന്നിൽ അഭയം. അവിടെ ആ ചാപ്റ്റർ തീരുകയാണ്. ഏത് വല്ലാതെ തീരുകയാണ്. നിങ്ങൾ അത് പ്രാവർത്തികമായി കുഴപ്പം, അതായത് ഇവരോട് കൂടിച്ചേർന്നാൽ, നിങ്ങൾ ബഹുദൈവ വിശ്വാസികളെ വിട്ടുനിൽക്കുകയും വിശ്വാസികളോട് മൈത്രി വെച്ച് പുലർത്തുകയും ചെയ്തില്ല എങ്കിൽ
അതായത് ഹിന്ദുക്കളോടും ക്രിസ്ത്യാനികളോടും യഹൂദരോടൊക്കെ വിട്ടു നിൽക്കുകയും ഒപ്പം വിശ്വാസികളുടെ മൈത്രിപൂർത്തി ചെയ്തില്ല എങ്കിൽ ജനങ്ങൾക്കിടയിൽ ഫിത്തന സംഭവിക്കും. ഫിത്തന പറഞ്ഞാൽ പരസ്പരം എന്താണ് അംഗീകരിക്കുന്നതോട് ഫിത്തന പറഞ്ഞാൽ ദോഷം സംഭവിക്കും. അപ്പോൾ അവരുമായിട്ട് ചങ്ങാത്ത പാടില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. അഥവാ വിഷയങ്ങൾ ആശയക്കുഴപ്പത്തിലാവും. അതായത് ഇപ്പം ഞാനൊരു ഓണത്തിൻ്റെ ഭക്ഷണം കഴിക്കുകയോ അല്ലെങ്കിൽ അവരുടെ ആഘോഷത്തിൽ പങ്കുചേരുകയോ ഒക്കെ ചെയ്താൽ ഫിത്തന സംഭവിക്കും. അതോടെ ജനങ്ങളിൽ ദൂരവ്യാപകമായ പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് അവരോടും ഇത്തരത്തിലുള്ള ഒരു കാര്യവും പറയരുത്. അടുത്ത ചാപ്റ്റർ വലാവും ബറാവും ജനങ്ങളും, ഇതാണ് ചാപ്റ്റർ. ഞാൻ ഈ ഗ്രന്ഥം എൻ്റെ അടുത്ത് ഒരു ഹൈന്ദവ സഹോദരൻ കൊണ്ടു തന്ന്. അന്ന് ഞാൻ മുസ്ലിമായിരുന്നു. സാറേ ഞാനൊരു സംഗതി വായിച്ചപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. ഇത് ഉള്ളതാണോ ഇസ്ലാമിൽ? അപ്പം എനിക്കറിയില്ലായിരുന്നു, ഞാനൊന്നും ഇങ്ങനെ പഠിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ അദ്ദേഹം എനിക്ക് കൊണ്ടു തന്ന ഗ്രന്ഥം പ്രിൻ്റ് ഔട്ട് എടുത്തു. ആ പ്രിൻ്റ് ഔട്ട് എടുത്ത് വായിച്ചപ്പോഴാണ് ഞാനിതൊക്കെ മനസ്സിലാക്കുന്നത്. ഞാനങ്ങനെ പഠിച്ചിട്ടില്ല. പക്ഷേ ഈ പറയുന്നതാണ് അടുത്ത കാലത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം. ഒരു മുസൽമാൻ ഹിന്ദുവിനെ സഹായിക്കരുത്, അവനെ തകർക്കാൻ ശ്രമിക്കണം. നീ നിൻ്റെ മതത്തെ സ്നേഹിച്ചാൽ മതി. നീ അവൻ്റെ ഓണം ഉണ്ണരുത്, നീ അവൻ്റെ കേക്ക് കഴിക്കരുത്, നീ അവൻ്റെ ആഘോഷങ്ങളിൽ ചേരരുത്. ഇതൊക്കെ അടുത്ത കാലത്താണ് വന്നത്, മുൻപ് അതുണ്ടായിരുന്നില്ല. കാരണം എല്ലാവരും കൺവെർട്ടഡായിട്ട് വന്നതല്ലേ. അപ്പോൾ പൂർവികമായിട്ടുള്ള ആചാരങ്ങളോടൊക്കെ ചേർന്ന് നടന്നിരുന്നു. പിന്നീട് ഇസ്ലാം അതിൻ്റെ റാഡിക്കലൈസേഷൻ പൂർത്തിയായപ്പോൾ എന്തുപറ്റി? ഇപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നു. അവിടേക്കാണ് ഇങ്ങനെ ഒരു ഗ്രന്ഥം അച്ചടിച്ച് മുസ്ലിം സഹോദരങ്ങൾക്കുള്ളിലേക്ക് കൊടുക്കുന്നത്. എന്തിനാണ്? ഇങ്ങനെ അതിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. അടുത്ത എപ്പിസോഡ് വലാവും ബറാവും ജനങ്ങളും. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. ഈ ചാനൽ കൂടുതൽ ആളുകൾ വന്നതിന് ശേഷം മാത്രമേ എനിക്ക് നമ്മുടെ സിനിമ ഇതിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ശത്രുക്കൾ എത്രമാത്രം ഉണ്ടെന്നറിയാലോ. ആ ശത്രുക്കളുള്ളിടത്തോളം കാലം ഞാനൊരു ചെറിയ വ്യൂവേഴ്സിന് മുമ്പിൽ വെച്ച് 1 മിനിറ്റ് കൊണ്ടോ അല്ലെങ്കിൽ 4 മിനിറ്റ് 1 മണിക്കൂർ കൊണ്ടോ 2 മണിക്കൂർ കൊണ്ടോ ഇതിന് റിപ്പോർട്ടിങ് വന്നാൽ അത് അവിടെ വെച്ച് നിന്ന് പോകും. അപ്പോൾ റിപ്പോർട്ടിങ്ങിൻ്റെ ഇരട്ടിയിലധികം സപ്പോർട്ടിങ് വന്നാൽ മാത്രമേ ഈ ചാനലിന് നിലകൊള്ളാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് ഈ ചാനലിന് വേണം. സത്യം തുറന്ന് പറയുന്നത് കൊണ്ട് തന്നെ ശത്രുക്കൾ ധാരാളമായിട്ട് എനിക്കുണ്ടാകും. അത് ഈ ചാനൽ ശത്രുക്കൾ മാത്രമല്ല, ഫിസിക്കൽ ശത്രുക്കളുമുണ്ട്. എപ്പോൾ വേണമെങ്കിലും കൊല്ലപ്പെടാമെന്ന് അത് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ല, നമ്മുടെ ഇൻ്റലിജൻസ് നമ്മുടെ വീട്ടിൽ വന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്കൊരു മാർഗ്ഗമുള്ളൂ, സപ്പോർട്ടിങ്ങാണ്. ഈ രാംസ് വോയിസ് ചാനലിനെ സപ്പോർട്ട് ചെയ്യും. ഇതിപ്പോൾ 3ാമത്തെ ചാനൽ, 2 നമുക്ക് ബ്ലോക്കായിട്ടുണ്ട്. 3ാമത്തെയാണ്. സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. മാക്സിമം എൻ്റെ കൂടെ ഉണ്ടാവണം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.